ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ചാലഞ്ച് എന്നൊന്നും പറയാനില്ല, നമ്മൾ നൊമാഡിയനെ വിളിച്ചുകൊണ്ട് 2 ബർഗർ കഴിക്കാൻ പോകുന്നത് 2 സ്ഥലത്താണ്. ഒരെണ്ണം നമ്മളെ ഫ്ലെയിമിങ് ഹോട്ട് ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് എടപ്പള്ളിയിലും, രണ്ടാമത്തെ ജസ്റ്റ് ലോഫ് പനമ്പള്ളി. അപ്പോൾ ഇവിടെ രണ്ടും നല്ല സ്പെഷ്യാലിറ്റി 2 ബർഗേഴ്സ് വന്നിട്ടുണ്ട്, ഓണം സ്പെഷ്യൽ. അപ്പം ഇവർ മറ്റേ ദുബായിൽ നിന്ന് ഷാസും നൊമാഡിയനൊക്കെ കൂടെ മറ്റേ ഇത് കഴിച്ചില്ലേ, ഒന്നും ഫ്രൈഡ് ചിക്കൻ വിത്ത് ഐസ്ക്രീം ബർഗർ. അപ്പോൾ അതേപോലെ നമ്മളിവിടെ പാലക്കാട പായസവും ചിക്കൻ ബർഗറും ബീഫും പഴംപൊരി ബർഗറും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പോയി ട്രൈ ഔട്ട് ചെയ്യാം. അപ്പം നൊമാഡിയൻ അല്ലാതെ വേറെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാൻ പോകുന്നത്, അത് നമ്മൾ അവനെയും വിളിച്ചുകൊണ്ട് പോയി. ഇത് പക്ഷേ ഐസ്ക്രീം ബർഗറിന് അത്ര കുളമാവില്ല എന്ന് വിശ്വസിക്കുന്നു. പാലട ചിക്കൻ ബർഗർ, ഹോട്ട് ഫ്ലെയിമിങ് ചിക്കൻ, അവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ആദ്യം. പിന്നെ ഈ ബീഫ് പഴംപൊരി ബർഗർ ജസ്റ്റ് ലോഫ് ചെയ്യുന്നു പനമ്പള്ളി. അപ്പം ആദ്യം നമ്മൾ പോയി നൊമാഡിയനെ പിക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാൻ കഴിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് കഴിക്കാതെയാണ് ഈ ഒരു സാധനം ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താവുമെന്നോ വേറെ കേസ്. എന്തായാലും ദുബായ് ചാലഞ്ച്, ദുബായ് ആൾക്കാർക്ക് ഒരു ചാലഞ്ച് നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ ഐസ്ക്രീം ബർഗർ പോലെ നമുക്കും ഉണ്ട് സാധനങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയ എഫേർട്ടാണ് ഗൈസ്. ഓക്കെ, സപ്പോർട്ട്, ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ജിഞ്ചർ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നൊമാഡിയൻ താമസിക്കുന്നത്. അങ്ങനെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി കുറച്ച് നേരമായി, വരുന്നില്ല. ഭയങ്കര താമസമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ദുബായിൽ അവൻ ഭയങ്കര ലേറ്റാണെന്ന് തോന്നുന്നു കേട്ടോ ഇറങ്ങാനായിട്ട്. വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ നമുക്ക് ഫ്ലെയിമിങ് ഹോട്ട് ചിക്കനിൽ പോയിട്ട് ആദ്യം പായസം ബർഗർ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴംപൊരി ബീഫ് ബർഗർ ഫ്രം ജസ്റ്റ് ലോഫ്. അപ്പോൾ ഇന്ന് രണ്ടെണ്ണവും വളരെ വിയേർഡ് കോമ്പിനേഷനാണ്. പഴംപൊരി ബീഫ് വലിയ സീനില്ലായിരിക്കും, അതെല്ലാവരും കഴിക്കുന്നതല്ലേ അത്. പക്ഷേ എന്നാലും ബർഗറിൽ വെറൈറ്റി ആണല്ലോ. സ്ലോഫ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല ബർഗേഴ്സ് കഴിക്കുന്നതാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട്. അപ്പം എനിക്ക് അവരൊരു വിശ്വാസമാണ്. ഈവൻ ഫ്ലെയിമിങ് ഹോട്ട് ചിക്കൻ ബർഗർ നൈസാണ്. രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ രണ്ടും ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഇല്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് പായസവും ബർഗറും ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അപ്പം അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വേഗം ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ലഞ്ച് കഴിച്ചിട്ടില്ല, വെറും വയറ്റിൽ ഇനിയിപ്പം കഴിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് തന്നെ പായസം ബർഗറാണ് ഗൈസ്. എന്താവും എന്തോ കണ്ടറിയാം. എന്തായാലും വരട്ടെ ഗൈസ്. യോ യോ ആ വന്നല്ലേ, വന്നിട്ടാങ്കളാ. നീ വരുന്നില്ലേ? ഏത് വഴി പോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? കുഴപ്പമില്ലടാ, വാ. ഞാനും എക്സൈറ്റഡ് ആണ്. നീ മൈക്ക് എടുത്താ? അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ കുഴപ്പമില്ല, ഈ സൗണ്ടൊക്കെ കേൾക്കുമല്ലോ അല്ലേ? ഇപ്പൊ പറയണൊക്കെ കേൾക്കുമല്ലോ. അടച്ചിട്ട് സ്ഥലമല്ലേ, അടച്ചേക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ്. ആദ്യം എവിടെ പോകും? പായസം ബർഗർ കഴിക്കണോ പഴംപൊരി ബർഗർ കഴിക്കണോ? ആദ്യം നമുക്ക് പഴംപൊരി ബർഗർ കഴിക്കാം അല്ലേ? പഴംപൊരി ബർഗർ ഇവിടെ അടുത്താണ്. ഞാൻ പായസം ബർഗർ ഉണ്ട്, ഞാൻ വിളിച്ചു ചോദിച്ചു. പഴംപൊരി കഴിക്കാൻ പോലെ അതുകൊണ്ട് വിളിച്ചു ചോദിക്കാം. ഇതെന്തായാലും നോർമൽ. അതെ തന്നെ, പഴംപൊരി ബർഗർ എല്ലാവരും കഴിക്കുന്നുണ്ട്. അല്ല, ബർഗർ അല്ല, പഴംപൊരി ബീഫ് ജസ്റ്റ് ലോഫ് നമ്മളെ പനമ്പള്ളി. പക്ഷെ മറ്റേതാണ് എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് സാധനം. നീ പിടിച്ചോ. നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞല്ലടാ നമ്മള് അല്ലേ? പിന്നെ ഇന്നലെ പറഞ്ഞല്ലേ? അവൻ പറഞ്ഞു നീ എവിടെയാണ്? ഇത് നല്ലതാണ്, നീ വീഡിയോ എടുത്താൽ മാത്രം മതി. പാവപ്പെട്ടവന്. നീ നിന്റെ ഹോട്ടലിൽ ഒരു 5-6 ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. മഴയാണ്. സൈഡിലുണ്ട് മൊത്തം പോസ്റ്ററാ. ആ പോസ്റ്ററിന്റെ വേണ്ടി കൂടെ വണ്ടി കയറി ഇറങ്ങുന്നത്. എന്തുവാണ് നിങ്ങളുടെ കൊച്ചിത്തെ ട്രാഫിക്? നല്ല ഈ മഴയത്ത് നല്ല പാലട ബർഗർ കഴിക്കാൻ പോകും. വാവ്, സ്വാദ്. ട്രാഫിക്. ഇതാണ് കൊച്ചി. സോ ഗൈസ്, ഞങ്ങൾ ട്രാപ്പാണ് ഗൈസ്. ഫുൾ ട്രാഫിക്കും ഒരു ഊട് വഴിയും. കൊച്ചി വന്നു കഴിഞ്ഞാൽ ഫുൾ ഊട് വഴിയാണ്. ജസ്റ്റ് ഒന്ന് അബദ്ധം പറ്റിയതാ, ഈ ഊട് വഴിയിൽ കയറൂല. എന്നല്ലെങ്കിൽ ഈ വണ്ടിയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരാത്ത വണ്ടികളില്ലല്ലേ? എന്റെ വണ്ടി വരാറില്ല. വെറുതെ വാർച്ചുണ്ടായിരുന്നു. ദുബായിൽ നിന്ന് വന്നിട്ട് കരുനാക്കം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എന്തായാലും വരാതെ വണ്ടി എടുത്തോണ്ട് പോവാ. ഓണമായിട്ട് ഓണത്തിന്റെ ഒരു ബഹളോ അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു വൈബൊന്നും ഇല്ല കേട്ടോ. ഇനി നീ വന്നില്ലേ, നീ ഇപ്പൊ അങ്ങോട്ട് വൈബായിരിക്കും. നോർമലി ഓണം ഇങ്ങനെയാണോ ഇവിടെ? ഓണം എത്ര ദിവസം ഉണ്ട്? ഇനി
നാളെ തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. എന്താണോ എവിടെയാണ് സദ്യ ഫസ്റ്റ്? സദ്യ ആർക്ക്? നീ സദ്യ എവിടെ പറയണ്ടേ, വിളിക്കണ്ടേ? ആദ്യം എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് സനു ബ്രോ. എന്റെ ഒരു ഇതില് നമുക്കത് ഡെസേർട്ട് ആയിട്ട് കഴിക്കാം. പാലട പായസം. അതെ 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 അതെ. ആദ്യം പഴംപൊരി ബീഫ് ബർഗർ കഴിക്കാം. സത്യം പറഞ്ഞാൽ അത് ഹെൽത്തി അല്ലേ? ഹെൽത്തിയാ. ഇവിടെ എല്ലാരും പഴംപൊരി ബീഫ് കഴിക്കുന്നില്ല. ഞാനും അതാ നോക്കി, ഇത് വലിയൊരു ചാലഞ്ച് ആയിട്ട്. പഴം തന്നെ ഹെൽത്തിയാണ്. നമ്മളിപ്പോ ജിമ്മിൽ പോയാലും ഇവിടുത്തെ ആൾക്കാരൊക്കെ പഴം കഴിക്കാനല്ലേ പറയുന്നത്. ഇത് പക്ഷേ ചെറുതായിട്ട് അമ്മരൊന്ന് ബാറ്റർ ഫ്രൈ ചെയ്ത് എടുക്കുകയുള്ളൂ. നമ്മളെ സാധാ പഴംപൊരി ടേസ്റ്റ് ഒന്നും ആയിരിക്കും. ടേസ്റ്റ് ആയിരിക്കത്തില്ല. അതെ അതെ അതെ. ബീഫും അവരെ ബീഫ് ബർഗർ നല്ലതാണ്. എന്നോട് പീനട്ട് ബട്ടർ ജാമും. ഇതെന്താ പീനട്ട് ബട്ടർ? പീനട്ട് ബട്ടർ സോസ് ബർഗർ വിത്ത് ബീഫ് ബേക്കൺ ബിറ്റ്സും ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് പഴംപൊരി ബീഫ്. പക്ഷെ ഇന്നലത്തെ സാധനം നൈസ് ആയിരുന്നു. ബീഫിന്റെ ഞാൻ ഇന്നലെ അവസാനം കണ്ടോ കഴിച്ചത് മൊത്തം കൈ എടുത്തെടുത്ത് ഞാൻ കഴിച്ചു. ബ്രിസ്ക്കറ്റിന്റെ അല്ലേ? ഇന്നലെ അതിന് മുന്നേ നമ്മള് നല്ല കഴിച്ചടാ. നമ്മള് ആ നൈസ് പത്തിരിയും പുട്ടും. അത് നല്ല ഫുഡായിരുന്നല്ലേ? കൊണ്ടാട്ടം കൊള്ളാം കേട്ടാ. ഞാൻ അതൊരു കൊണ്ടാട്ടം മാത്രം വാങ്ങിച്ചിട്ട് പൊറോട്ട ആയിട്ട് കഴിക്കണം. കിടു ടേസ്റ്റ് ആയിരിക്കും. ആ എരിയും പൊറോട്ടയും നല്ല കോമ്പിനേഷനാണ്. വൈബും കൊള്ളാം ഇവിടുത്തെ. കൊള്ളാം കേട്ടാ. നല്ല ലൈറ്റിങ്ങും എല്ലാം. അവിടെ വീഡിയോ എടുക്കാൻ പോയല്ലെന്നേ ഉള്ളൂ. ഫുൾ കോപ്പി റൈറ്റ് അടിച്ച് ഞാൻ മരിച്ച്. ഞാൻ പാട്ട് ഇറേസ് എന്താവോ ഒന്ന് ഞാൻ നോക്കിയില്ല. ഇറേസ് ചെയ്ത പാട്ടൊക്കെ അവിടെ തന്നെ ഉണ്ടോ അതോ ഇല്ലേ, അത് യൂട്യൂബിനെ അങ്ങ് ഏൽപ്പിച്ചേ ഇറേസ് ചെയ്യാൻ. ആ മലയാളത്തിനൊക്കെ അടിക്കുമെന്നോ എനിക്കറിഞ്ഞൂടാ. മറ്റേ മണിമുറ്റത്താ മണിപ്പന്തലൊക്കെ ഉണ്ട് കേട്ടാ. പാട്ട് പാടുമല്ലേ? ആര് പാട്ട് പാടും? പോടാ. നിനക്ക് മനസ്സിലാവാൻ വേണ്ടി പാടിയെന്ന്. ഒരു പാട്ടുകാരനാണ്. ഞാൻ മണിപ്പന്തൽ എന്ന് പറയണത് ഒരു പാട്ടുകാരനാവണമെന്നൊന്നുമില്ല. അതിനകത്ത് ഒരു സംസാരത്തിന്റെ ഒരു സംഗതിയുണ്ട്. പാടിയ നൊമാഡിയനാണ് കേട്ടോ, ഞാനല്ല. ഇത് ഞാൻ ഡബ് ചെയ്തിടും. ഇതാണ് നമ്മൾ കഴിക്കാൻ വന്ന ഐറ്റം. ബഫല്ലോ ഫ്രിഡ് സ്മാഷ്. കൊള്ളാം. കൾച്ചറൽ ഡ്രോപ്പ്. ഓണായണ്ടാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതായത് B60 ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. B60 ഇതുപോലൊക്കെ തന്നെ. നമ്മുടെ നാട്ടിലെ B60യുടെ ഒരു മോഡാണ് കേട്ടോ. സോറി, നമ്മുടെ ദുബായിലില്ലേ, ദുബായിൽ B60 ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ ബ്ലൂ, ഇവിടെ വൈറ്റും. B60യുടെ ഒക്കെ സെയിം പാറ്റേൺ. അപ്പൊ നമ്മൾ ബ്ലോഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നൊമാഡിയൻ്റെ കണ്ടന്റ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്കിനി ഫുഡ് ഓർഡർ ചെയ്യണം. ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഹാഫ് അടിക്കാന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് കഴിഞ്ഞ് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിച്ച് കഴിക്കാം. സോ അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശപ്പുണ്ട്. ഇനിയിപ്പോൾ പഴംപൊരി അല്ല അവിയൽ വെച്ച് തന്നാലും ഞാൻ കഴിക്കും കേട്ടോ. ആ ലെവൽ വിശപ്പുണ്ട് ഇനി. അപ്പൊ അവിയൽ ബർഗർ കഴിച്ചാലോ? ആ ശരി, അവിയൽ വെച്ച് ഞാൻ ഒരു ഉപമ പറഞ്ഞതാണ്, എക്സാമ്പിൾ. നൊമാഡി എങ്ങനെയുണ്ട്? ആംബിയൻസ് അടിപൊളി, നല്ല ആംബിയൻസ് നൈസാണ്. നമ്മളങ്ങനെ മറ്റേ ബോംബെയിലൊക്കെ മറ്റേ സാധനം തരുന്ന മറ്റേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇരിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. ആദ്യം തൽക്കാലം ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത് വന്നിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ബാക്കി ബർഗറും കൂടെ പറഞ്ഞു നമുക്ക് വിശപ്പകറ്റാൻ കഴിച്ചു. നൊമാഡിയൻ ഇവിടെ ഭയങ്കര ബഹളവും ആൾക്കാരെയൊക്കെ ഒഴിച്ചു വിടുന്നു. ആൾക്കാരുടെ നോക്കിയാൽ പ്രശ്നമില്ല, പക്ഷെ ഭയങ്കര നോയ്സ്. അവിടെ ആ നോയ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈബ്. മനസ്സിലായില്ലേ? നിന്റെ സൗണ്ട് മാത്രം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കഴിച്ച് നമ്മൾ ഫുഡ് വരട്ടെ, എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം പഴംപൊരി ബീഫിന്റെ ടേസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. എനിക്ക് നല്ല ഫോട്ടോ എടുത്താടാ മറ്റേ നിങ്ങളുടെ ക്യാമറയിൽ. അതെടുത്തരാം. വെയിറ്റ്, ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോരെ. ലുക്കാണോ? ലുക്കാണോ? ഗൈസ് അങ്ങനെ നമ്മുടെ സാധനം വന്നിരിക്കുകയാണ്. ഇതാണ് പഴംപൊരി ബീഫ് ബർഗർ നമ്മൾ കഴിക്കാൻ വന്ന. അതാണ് ഐറ്റം അല്ലേ? ഓ, ആദ്യം നൊമാഡിയൻ കഴിക്കുന്നു. കിട്ടുന്നുണ്ടോ? അതാണ് സാധനം. നല്ല സോഫ്റ്റ് ബണ്ണാട്ടോ പഴംപൊരി. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. സീസണൽ സാധനങ്ങളെന്ന് തോന്നുന്നു. തീരുന്നതിന് മുമ്പേ കഴിച്ച് പൊതി ഇറങ്ങിക്കോളൂ ഗൈസ്. ബിക്കോസ് മേ ബി ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. എങ്ങനെയുണ്ട്? ഇതുപോലൊരു കോമ്പിനേഷൻ
ഞാൻ കഴിക്കുന്നില്ല. പക്ഷെ പീനട്ട് ബട്ടർ ആണ് സത്യം പറഞ്ഞ കഥ ഉണ്ടോ മനസ്സിലായോ? അവസാന സാധനം കയറി. ലാസ്റ്റ് അതാണ് കയറി വരുന്നത്. അതെ ഓ ഫാബുലസ് ഫെന്റാബുലസ് സാധനം കഴിച്ചു. എനിക്ക് വർക്കായ എനിക്ക് വർക്കായി. വർക്കായി അത് വർക്കായില്ല. എനിക്ക് വർക്കായി. അവന് വർക്കായില്ല. വർക്കായോടാ ഇഷ്ടപ്പെട്ടില്ല. അവിടെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വർക്കിലാണ്. നമുക്ക് എല്ലാവർക്കും വർക്കായി. ഈ സാധനം അപ്പം പൊളിയായിട്ടാണ് എല്ലാവരും മസ്റ്റ് ട്രൈ. എനിക്ക് ആ പാവ രേഷ്മയുടെ വില ഇപ്പം മനസ്സിലായി. അവൾ നമ്മൾ കറക്റ്റ് കണ്ടന്റ് ഇങ്ങനെ ഒപ്പി എടുക്കും. ഇവന് അറിയത്തില്ല എന്താ ചെയ്യണം, എവിടെ എടുക്കണമെന്ന്. അതാണ് ഒരു വ്യത്യാസം. അപ്പം എനിക്ക് മനസ്സിലായി. ആദ്യമായിട്ട് എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കുന്നത് ഐഫോണിൽ വീഡിയോ എടുക്കാൻ അറിയത്തില്ല. അത് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ ഈ ബ്ലോഗ് തുടങ്ങിയതിനു ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിന്റെ വീഡിയോ യൂസ് തന്നെ ചെയ്ത് തുടങ്ങിയത്. ഗൈസ് അത് കുഴപ്പമില്ല, അത് പഠിച്ചു എല്ലാവരും. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഐഫോണിന് ഒരുപാട് ഫോക്കസിങ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു. എൻ്റെ ഫോണില്ല. അല്ല, അത്യാവശ്യം നല്ല ഫോക്കസിങ് ഇഷ്യൂസ് ഉണ്ട്. അത് 50 മേലോട്ട് എല്ലാത്തിലും ഉണ്ട്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അടുത്തിന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന പാലട ചിക്കൻ ബർഗറാണ്. അതും ഇതുപോലെ വർക്കായ മതി എന്നാണ് എൻ്റെ ഇത്. അടുത്തത് നമ്മൾ ഹോട്ട് ഫ്ലെയിമിങ് ചിക്കനിലോട്ടാണ് പോകുന്നത്. അപ്പം ഇത് കഴിച്ചിട്ട് വരാൻ കഴിച്ചു. ഓക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് അടിച്ചു. ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇത് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ബർഗറായിരുന്നു. പഴംപൊരി ബീഫ് ബർഗർ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു സാധനമാണിത്. ഇത് ഓണം തീരുന്നതിന് മുമ്പേ തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം ഓഫറായി. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റും. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. സൂപ്പർ സാധനം കേട്ടോ, ചുമ്മാ പറയണമല്ല, അടിപൊളി ബർഗർ. അതിന് പായസം ബർഗർ എങ്ങനെ ആവുന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതും കൂടെ പോയി കഴിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ഫ്ലെയിമിംഗ് ഹോട്ട് ചിക്കൻ. ബൈ. ഫ്ലെയിമിംഗ് ഹോട്ട് ചിക്കനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അല്ല, ഇവിടുന്നത് നൊമാഡിയൻ കണ്ടന്റ് എടുക്കുകയാണ്. ഇവിടെയാണ് പാലട പായസം ബർഗർ, ചിക്കൻ ബർഗർ. ഓർഡർ ഒരു ബർഗർ നമുക്ക് നൊമാഡിയന്റെ ചളിയൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാം. അപ്പൊ അങ്ങനെ ഗൈസ്, ഈ ഒരു പാലടയുടെ പേരെന്തെന്നറിയോ? നിങ്ങൾ ആര് പേരിട്ടാലും ചിരിക്കും. പാലട സാൻഡോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സാൻഡോ ഈ പാലട കഴിക്കാമെന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, ബർഗർ കഴിക്കാമെന്ന പാലട സാൻഡോ. നമ്മുടെ ഈ കൊട്ടേഷൻ ആൾക്കാർക്ക് ഇടുന്ന, കൊട്ടേഷൻ ടീമുകൾക്ക് ഇടുന്ന പേര് പോലെ പാലട സാൻഡോ. സത്യം ആ പേര് എവനാണ് ചേരുന്നത് കേട്ടോ. പാലട സാൻഡോ വെച്ചിട്ട് പാലട നൊമാഡിയൻ. ഞാൻ എന്തൊരു ബ്രാൻഡിൽ ഇത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറയും പാലട നൊമാഡിയൻ. പാലട നൊമാഡിയൻ എന്ന് പറഞ്ഞിട്ട് മതി. പിന്നെ സ്വിഗ്ഗിയിൽ ഇതാണ്ടാ ഫ്ലെയിമിംഗ് ഹോട്ട് ചിക്കൻ ബെസ്റ്റ് ഇൻ ബർഗർ. സ്വിഗ്ഗി റെസ്റ്റോറൻറ്റ് അവാർഡ് കിട്ടിയ കടയാണത്. ഓക്കെ ഗൈസ്, ഇത് പായസം കൊണ്ടൊന്ന് ഒഴിക്കും. എന്നിട്ട് ഈ സാധനം അതിൽ മുക്കി വെച്ചേക്കണം 10 സെക്കൻഡ്. ഈ ചിക്കൻ പായസം ഒഴിക്കട്ടെ. ഓ പായസം ഉണ്ടല്ലേ? അയച്ചു ബ്രെഡ് ചെയ്ത് വെച്ചു. അപ്പം ചിക്കൻ ബർഗർ അടുത്ത് ചമ്മന്തി വെച്ചോ. ഹാഫ് എടുത്ത് ഇങ്ങനെ വെക്കണം. അതായത് ഒരു ഹാഫ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ വേണം. ഇങ്ങനെ അതാകുമ്പോൾ എടുക്കാനും എളുപ്പമുണ്ടല്ലോ. അതൊരു 10 സെക്കൻഡ് സോക്ക് ചെയ്ത് വെക്കണമെന്നാണ് പറഞ്ഞത്. മാടിയാ എന്തോ തോന്നുന്നു പായസം മുക്കി തിന്ന എനിക്കാണോ നീ നോക്കാം. അങ്ങനെ ഇരിക്കണം. ചൂടാണ്, അതല്ലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കഴിക്കണമെന്നാണ് ഗൈസ്. അങ്ങനെ വന്നിരിക്കുകയാണ്. ഇതിനി എനിക്കൊന്നും ഇതിങ്ങനെ മുക്കി കഴിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ഹോട്ട് ചിക്കൻ അല്ലേ, നോർമൽ ചിക്കൻ അല്ലേ, ഫ്രൈഡ് ചിക്കൻ ബർഗറാണ്. ഫ്രൈഡ് ചിക്കൻ ബർഗറിന് നോർമൽ ചിക്കൻ ബർഗർ നമ്മള് പായസത്തിൽ മുക്കി കഴിക്കുക, അത്രേ ഉള്ളൂ. ഇവരുടെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലടക്കകത്ത് മുക്കിയിട്ട് അങ്ങനെ ചുറ്റി കഴിക്കുന്നല്ലേ. നമ്മൾ ചിക്കൻ ബർഗർ കഴിക്കണം. ചിക്കൻ ബർഗറാണ് കുറച്ചേ കഴിക്കുന്നുള്ളൂ കേട്ടോ. 5 കടി ഞാൻ കണ്ടില്ല. പായസം നല്ലതാണെങ്കിൽ സെറ്റാണ്. അത് കഴിക്കുന്നുണ്ട് കേട്ടോ.
മാഡിയ ഫസ്റ്റ് ഇംപ്രഷൻ. എനിക്ക് മധുരവും ഈ ബർഗറും കാരണം ചിക്കൻ്റെ ഇതൊന്നും വരുന്നില്ല. പായസമാണ് കയറിയിരിക്കുന്നത്. ഭയങ്കര മധുരം, ഭയങ്കര മധുരം. പായസത്തിന് ഭയങ്കര ചൂട്, പിന്നെ പായസത്തിന് മധുരം. ചിക്കന്റെ ഫ്ലേവർ അറിയുന്നില്ല. പായസത്തിന്റെ ചൂട് കുറഞ്ഞിട്ട് കഴിച്ചണോ? പായസം കൊള്ളാം കേട്ടാ. പായസം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പായസം കൊള്ളാം. ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം. അത്രയും സൗണ്ട് നമ്മളെ ഉണ്ടാകണം. ആ സൗണ്ട് ഇവിടെ കടമെടുക്കാം. അവരൊഴിച്ച സൗണ്ട് ഇവിടെ കടമെടുത്താൽ ടേസ്റ്റ് ഉണ്ട്. പായസത്തിന് ടേസ്റ്റ് ആണ് ബ്രോ. അത് മറ്റേ പഴംപൊരിയിൽ പഴത്തിന്റെ ടേസ്റ്റ് അല്ലായിരുന്നു. ചിക്കൻ ആയതുകൊണ്ടാണ്. ഫ്രൈഡ് ചിക്കൻ ഇല്ലടാ, അതിലല്ലേലും വലിയ ടേസ്റ്റ് ഇല്ലല്ലോ ഫ്രൈഡ് ചിക്കൻ. ഇത് ചീസ് ഉണ്ട് കേട്ടോ, ചീസും പായസവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പായസം നിങ്ങൾ സെപ്പറേറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടേ കുടിക്കുക, ബർഗർ സെപ്പറേറ്റ് കുടിക്കുക. പക്ഷെ ഒരിക്കലും ഡിപ്പ് ചെയ്ത് കഴിക്കാന്ന് ഞാൻ പറയത്തില്ല. പായസത്തിന് മുക്കി കഴിയടാ, പായസം മുക്കി കഴിയാൻ കൊണ്ടല്ലോ അല്ലേ? പായസം കൊള്ളാം. പായസം നല്ല പായസം കേട്ടോ, നല്ല പാലട പായസം. ആ പാലട പായസത്തിന് ആ ബർഗർ ഒന്ന് കൊള്ളാം അല്ലേ? കൊള്ളാം. ഐസ്ക്രീം ബർഗർ പോരാടാ, ഐസ്ക്രീം ബർഗർ പോരാ. മീൻസ് ഭയങ്കര ഭയങ്കര കഴിക്കാൻ പറ്റുമോ? ഭയങ്കര മധുരവും കഴിക്കാനൊക്കെ പറ്റൂടാ ഇത്. എടാ ഇത് പായസം നല്ല പായസമാണ്. അങ്ങനെയുണ്ട് കുമാരിയെ പറ, അഭിപ്രായം അങ്ങനെയുണ്ട്. കുഴപ്പമില്ല, എനിക്കങ്ങനെ ഇതിന്റെ ഞാൻ നാളെ വന്ന് കഴിക്കത്തില്ല. പക്ഷെ മറ്റേ ഞാൻ നാളെ പോയി കഴിക്കും. അല്ലേ സൂപ്പർ അല്ലേ മറ്റേത്? ഞാനിത് വീണ്ടും വീണ്ടും വന്ന് നമുക്കൊരു സാധനം ഇഷ്ടപ്പെടുമ്പോ എങ്ങനെ നാളെ വന്ന് കഴിക്കണം, ഫീൽ ചെയ്യണം. ഇത് നാളെ വന്ന് എന്തായാലും കഴിക്കത്തില്ല, കഴിക്കും നെവർ. പക്ഷെ മറ്റേ നമ്മൾ കഴിക്കും, അതാണ് വ്യത്യാസം. ഇതങ്ങോട്ട് നോക്ക് നോക്ക്, മുക്കി അടിക്കുന്ന എനിക്കിഷ്ടപ്പെട്ടു. മുക്കി അടിക്കുക നല്ല പായസം. അതാണ് അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് നടക്കുക, നീല ലൈറ്റ്. നല്ല പായസം, നല്ല പായസം. പായസം പൊളി, അടിപൊളി പായസം കേട്ടാ. അത് പിന്നെ അവരത് ഒഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് നമ്മള് ബർഗറായിട്ടും കഴിക്കുക, പായസം പായസമായിട്ട് കുടിക്കുക. കിട്ടില്ല പായസം. പായസം ഇറ്റ്സ് ഡിഫറെൻറ്റ്. ചിക്കൻ ബർഗറും പക്ഷേ ഇതുമായിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഒന്നുകൂടാ സദ്യയൊക്കെ കഴിച്ച് തളർന്ന ഒരു ഫീലാണ് കഴിച്ചത്. അല്ലെങ്കിൽ സനൂപ്രോ ഇങ്ങനെയാണ് ഒരു എനിക്കിത് എത്രാമത്തെ പ്രാവശ്യം അറിയാം സംഭവിക്കുന്നത്. കഷ്ടപ്പെട്ട് സംസാരിക്കുന്നതൊന്നും വീഡിയോയിൽ എടുക്കുന്നില്ല. എല്ലാം അത് ഷാസിനും വരും, എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. അതായത് ഈ ഐഫോണിന്റെ പ്രശ്നം കൂടാ, പണ്ടാൻ അറിയാൻ പറ്റുന്നില്ല റെക്കോർഡാണോ അല്ലേ എന്നുള്ളത്. ഞാനിങ്ങനെ എല്ലാം എടുത്തെടുത്ത് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പല്ല എടുക്കുന്നത്. ലോങ് ക്ലിപ്പുകളല്ലോ. നമ്മൾ ലോങ് അടിക്കുമ്പം ചില സമയത്ത് ഇത് പ്രശ്നമാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേസ്. അപ്പോൾ റെക്കോർഡ് നിൽക്കാതെ പണി കിട്ടി, ഫോക്കസ് പോയല്ലേ. ഞാൻ പറഞ്ഞു ഇതിൽ 1x തനിയെ ഓട്ടോ ഫോക്കസ് ഇല്ല ഐഫോണിൽ. എനിക്കുണ്ട്, അതങ്ങനെ അടങ്ങി. അതിങ്ങനെ തിരിക്കുമ്പം ഇത് നീട്ടി വെക്കണം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വൺ ടൈം വാച്ചബിൾ പോലെ വൺ ടൈം ട്രൈ ആണ്. അതെ, നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്യൂ. അല്ല നമ്മൾ നിർബന്ധിക്കുന്നില്ല മന്തി പല പൈസ മുക്കിയിട്ട് ഈ ബർഗർ കഴിക്കണം. ഞാൻ പറഞ്ഞ പോലെ മറ്റേ പായസം സെപ്പറേറ്റ് പപ്പടവും മറ്റേ പഴമൊക്കെ ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. സദ്യക്ക് നല്ല പായസം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അറിഞ്ഞുകൂടാ, നല്ല സൂപ്പർ പായസം, അടിപൊളി പായസം കഴിച്ചു. അതുകൊണ്ട് പായസം തരൂല്ല അവര്. അതുകൊണ്ട് കൊള്ളാം കഴിച്ചു. എന്തായാലും ഒരു വൺ ടൈം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടൂലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞേ സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചു. ചിക്കൻ സെപ്പറേറ്റ്, പായസം സെപ്പറേറ്റ്. ഇവിടുന്ന് വടിച്ച് നക്കി എടുത്ത് തിന്ന്. ഞാൻ മറ്റേ ദുബായിൽ മറ്റേ ഐസ്ക്രീം ബർഗർ കഴിച്ചതുപോലെ ഞാനും ഫുഡ് ഐസ്ക്രീം കുഴപ്പമില്ല, ഐസ്ക്രീമും ചിക്കനും അയ്യ
പിന്നെ പായസത്തിന് കുഴപ്പമില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ എക്സ്പെഡിഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതുമല്ല കുറെ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പേജിൽ കാണാം. അത് ഞാൻ കൊടുക്കണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ് ഗൈസ്. കുറെ അടിപൊളി ഫോട്ടോസ് കേട്ടാ, മോഡൽസിന് പോലും ഇല്ല ഇങ്ങനത്തെ പ്രൊഫൈൽ ഫോട്ടോസ്. ഞാൻ പിന്നെ പാവല്ലേ ഷാസ് വിളിച്ച് പറയും കൊടുത്തേരാന്ന്. അവിടെ സോപ്പിട്ടൊക്കെ വെച്ചേക്കണം അവനെ. മാത്രമല്ല അത് ഇത് കാണിച്ചിട്ടുണ്ട് എനിക്ക് ആ ലൈക്ക് കുറച്ചാളും കൂടെ കൈ വെച്ചേക്കാം. അവൻ പൊക്കുവോ എനിക്കറിയാം. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ എന്തായാലും ഗൈസ് ആദ്യം വരാൻ പോകുന്ന ഇവന്റെ മുഖമായിരിക്കും. ആ ലൈക്ക വെച്ചെടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരീസിലാണ്. വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബ്രോടാ. ബൈ ബ്രോടാ. അപ്പൊ ശരി ബൈ ബൈ. ചെയ്താ 10-ാം തീയതിക്കാ? ഓ അങ്ങനെ. അപ്പൊ നാളെ അവൻ പോണില്ല ഗൈസ്. കേരളത്തിന് ഇനിയും അപകടം പിടിച്ച നിമിഷങ്ങൾ 10-ാം തീയതി വരെ, മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും കാണാം ബാക്കി പരിപാടിയാണ്. ഇതാണ്